സഹോദരങ്ങളെ, ദുഃഖവും സന്തോഷവും സമാധാനവും അസമാധാനവും ഇടകലർന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നാം ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അനുവദിച്ചു കിട്ടുകയാണെങ്കിൽ എത്ര ദീർഘമായി ജീവിച്ചാലും മതിയാവില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇനി ഒരു മണിക്കൂർ പോലും ഇവിടെ ജീവിക്കുക എനിക്ക് സാധ്യമല്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് സ്വന്തത്തെ സ്വയം നശിപ്പിക്കുവാൻ, ആത്മഹത്യ ചെയ്യുവാൻ, സ്വയം കൊലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇടകലരാത്ത നിരന്തരമായ നിത്യസൗഭാഗ്യമോ അല്ലെങ്കിൽ നിത്യദൗർഭാഗ്യമോ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ജീവിതം മരണത്തോടുകൂടെ എനിക്കും നിങ്ങൾക്കും ആരംഭം കുറിക്കുവാനുണ്ട്. ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷവും ജീവിച്ച് തീർത്തു കഴിഞ്ഞ് മരണമെന്ന പുതിയൊരു അനുഭവത്തിലേക്ക് നീങ്ങുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ജീവിതം നിത്യസൗഭാഗ്യത്തിലൂടെ തുറന്നു തരാൻ ഒരാൾ ആവശ്യമില്ലാത്ത വിധം സ്വർഗത്തോളം പരിവാരസമേതം എത്തിപ്പെടുവാൻ കഴിയുന്ന ഒരു ജീവിതമാണത്. മരണം സമാഗതമായി കിടക്കുമ്പോൾ തന്നെ നമ്മുടെ സഹായികളെത്തും, സൗഭാഗ്യ ജീവിതത്തിൻ്റെ പരിചാരകന്മാരെത്തും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. നേരെ ചൊവ്വേ ജീവിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. മരണത്തിൻ്റെ സമയത്തും ഖബർ ജീവിതത്തിലുമെല്ലാം ഈ പരിചാരകന്മാരുണ്ടാവും. അവർ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഇഹലോകത്തും പരലോകത്തും നിങ്ങളെ പരിചരിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടവരാകുന്നു ഞങ്ങൾ എന്ന് അവർ മരണസമയത്ത് വന്നു പറയുന്നതാണ്. അവിടം വെച്ച് ആരംഭിക്കുന്ന നിത്യസൗഭാഗ്യത്തിൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും കൂടെ പരിചാരകരോടൊപ്പമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറാ, സൂക്ഷ്മത പാലിച്ചവരെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. മലക്കുകളോടൊപ്പം പരിചാരക സമേതമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ആ സത്യവിശ്വാസികളോടുള്ള ആദരവും ബഹുമാനവുമായിക്കൊണ്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ സ്വയം തുറക്കപ്പെടും. ഫുത്തിഹത്ത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾ സംശുദ്ധരായിരിക്കുന്നു, ശുദ്ധി കൈവച്ചിരിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ സ്വയം തുറക്കപ്പെട്ടുകൊണ്ട് അവരെ അതിലേക്ക് ആനയിക്കും. എന്നാൽ സഹോദരങ്ങളെ, സത്യവിശ്വാസിക്ക് പോലും മരണം ഭയാനകമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണസമയത്ത് അനുഭവിച്ച വേദന പോലെ വേദന അനുഭവിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഔജ, ഏറ്റവും വേദന. ലോകത്തെ അന്തിമ പ്രവാചകനും സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതനുമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിൻ്റെ സമയത്ത് അനുഭവിച്ച വേദനയെക്കുറിച്ച് പറയുമ്പോൾ ബാക്കിയുള്ള സത്യവിശ്വാസികളുടെ മരണസമയത്തെ വേദന പറയേണ്ടതില്ലല്ലോ സഹോദരങ്ങളെ. എന്നാൽ അവിശ്വാസികളായ ആളുകൾ മലക്കുകളാൽ മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മരണാവസ്ഥയെ നമുക്ക് വിശദീകരിക്കുകയോ നമ്മുടെ വാചകങ്ങളിലൂടെ ആവിഷ്കരിക്കുകയോ സാധ്യമല്ലാത്ത വിധം ഭയാനകമാണ്. അവിടം തൊട്ട് ഖബറിൻ്റെ ഇരുട്ടും അവിടുത്തെ ഭയാനകമായ കാഴ്ചകളും അത് കഴിഞ്ഞ് പരലോകത്തിൻ്റെ ഭയാനകതയും അതേപോലെ തന്നെ നരകത്തിൻ്റെ അതിഭീകരമായ രംഗങ്ങളുമാകുന്ന നിത്യദൗർഭാഗ്യമാണ്
നിത്യദുഃഖമാണ്, നിത്യഖേദമാണ് സത്യനിഷേധികൾക്ക് വരാനിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇതിൽ വിശദീകരിക്കപ്പെട്ട ശാശ്വതമായ സൗഭാഗ്യ ജീവിതത്തെയാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്, സത്യവിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ആ വിശ്വാസികളുടെ ജീവിതത്തിൽ ആ സൗഭാഗ്യത്തിൻ്റെ മാർഗത്തിൽ നിന്നും, സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും വഴിവിട്ടു പോകുമ്പോൾ, വഴിതെറ്റിപ്പോകുമ്പോൾ അവരെ വീണ്ടും മനസ്സിനെ ശുദ്ധീകരിച്ച് ആ സത്യത്തിൻ്റെ പാന്താവിൽ സൗഭാഗ്യത്തിൻ്റെ മരണത്തിലേക്ക് പ്രവേശിക്കുവാൻ പര്യാപ്തരാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ റമദാൻ കൊണ്ട് നാം കൈവരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരു പ്രത്യേകമായ ജീവിത രീതി, യാന്ത്രികമായ ഒരു പ്രവർത്തന രീതി, അതാണ് യഥാർത്ഥത്തിൽ മതപരവും ഭൗതികവുമായ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന ശൈലി. യാന്ത്രികമാണെല്ലാം. നാം നമസ്കരിക്കുന്നു, പലപ്പോഴും നാം അറിയാറില്ല. നാം ഖുർആൻ പാരായണം ചെയ്യുന്നു, നാം അറിയാറില്ല. നാം മതപരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, നാം അറിയാറില്ല. യാന്ത്രികമായ ഒരു കറക്കത്തിലൂടെ രാവും പകലും ആഴ്ചകളും മാസങ്ങളും കടന്നു പോകുമ്പോൾ ഒരു പുനരാലോചനയ്ക്ക്, നമുക്ക് നമ്മെ ഒരു വിചാരണയ്ക്ക് വിധേയമാക്കാൻ, നമുക്ക് നമ്മെ സ്വയം പരിവർത്തിപ്പിക്കുവാൻ ആലോചനയ്ക്ക് അവസരം സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് യഥാർത്ഥത്തിൽ ഈ പരിശുദ്ധ റമദാൻ. എവിടെയെങ്കിലും ചെറിയൊരു വ്യതിയാനം നമ്മുടെ വിശ്വാസത്തിലോ സ്വഭാവത്തിലോ കർമ്മത്തിലോ വന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മെ തന്നെ കൈപിടിച്ചുകൊണ്ട് ശരിയായ വഴിയിൽ പിടിച്ചു നിർത്തുവാൻ ഇതിനേക്കാളും സൗകര്യപ്രദമായ, ഇതിനേക്കാളും സമ്പന്നമായ ഒരു ദിനരാത്രങ്ങൾ ഇനി നമുക്ക് വന്നു ചേരാനില്ല. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്നും സൗഭാഗ്യത്തിൻ്റെയോ ദൗർഭാഗ്യത്തിൻ്റെയോ നിത്യയാത്രയിലേക്കുള്ള പ്രവേശനം അടുത്ത റമദാനിൻ്റെ ഇടക്ക് ഒരുപക്ഷേ സംഭവിച്ചേക്കാം. ഇന്നലെ പകൽ 10:50 എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. കാരണം മൊബൈലിൽ വിളിച്ച സമയത്തുള്ള സമയം മൊബൈലിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. 10:50 ഞാൻ ഏകദേശം എൻ്റെ 16ാമത്തെ വയസ്സ് മുതൽ പരിചയപ്പെട്ടു വന്ന ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, എന്നെക്കാളും 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരൻ, ഈ റമദാനിലേക്ക് ഇന്ന് പ്രവേശിക്കുമ്പോൾ ഇന്നലെ 11 മണിക്കായിരുന്നു ആ സുഹൃത്തിൻ്റെ ജനാസ. എന്തെങ്കിലും ചെറിയൊരു അസുഖമുള്ളതായി അയാൾക്ക് പോലും അറിയില്ല. ഒരു പനി ലാഘവത്വത്തോടുകൂടെ കണ്ട് അല്പം ഗൗരവമാണെന്ന് തോന്നിയപ്പോൾ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ പനി മൂലം അയാൾ മരണപ്പെട്ടു പോയി. ഇന്ന് ഈ നോമ്പുകൾ നമ്മളോടൊപ്പം അനുഷ്ഠിക്കേണ്ട ആ സഹോദരൻ ഞാൻ വിശദീകരിച്ച നിത്യ സൗഭാഗ്യത്തിൻ്റെ ആ റെയിൽപാളങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിത്യ ദൗർഭാഗ്യത്തിൻ്റെ റെയിൽപാളങ്ങളിലേക്ക്, ഏതെങ്കിലേക്കും ഒന്നിലേക്ക് വിശ്വാസികൾ എടുത്തെറിയപ്പെടും. ഈ കാര്യം തീർച്ചയായും ഇതെനിക്കും നിങ്ങൾക്കും സർവ്വ മനുഷ്യർക്കും സർവ്വ പ്രവാചകന്മാർക്കും ബാധകമാണ് സഹോദരൻ. അതുകൊണ്ട് ഇനിയൊരു കാത്തിരിപ്പിന് അവസരം സൃഷ്ടിക്കാതെ, ഇനിയൊരു സമയം കാത്തു നിൽക്കാതെ, നാട്ടിൽ പൊട്ടിമുളച്ചു വരുന്ന തിന്മയിലേക്ക് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്ന, ശരിയായ വഴിയിലും ശരിയായ മാർഗത്തിലും സഞ്ചരിക്കുന്നവരെ ശരിയെന്നു പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി തിന്മയിലേക്ക് ക്ഷണിക്കുന്നവരിൽ നിന്നും മോചനം നേടി കപടമല്ലാത്ത ശരിയായ ഒരു വിശ്വാസത്തിലൂടെ, അതിനുവേണ്ടി ആരെ നിരാകരിക്കേണ്ടി വന്നാലും ആരെ അകറ്റി നിർത്തേണ്ടി വന്നാലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. ആ ഒരു മാറ്റത്തിൻ്റെ സൂചകങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ 1ാമത്തെ നോമ്പിൽ ഈ സദസ്സിലും, അതേപോലെ തന്നെ ഇനിയൊരു ളുഹർ സമയമാകുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളികളിലുമെല്ലാം അനുഭവപ്പെടാൻ പോകുന്നത്. അതാണ് ഒരു മാറ്റത്തിൻ്റെ സൂചന. അതുകൊണ്ട് നിത്യ സൗഭാഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ നിത്യ ദൗർഭാഗ്യത്തിൻ്റെയോ ലോകത്തേക്ക് നമ്മെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന മരണത്തിലേക്ക് അടുക്കും മുമ്പ് ഒരാത്മവിചിന്തനത്തിനുള്ള ഈ ഞായറാഴ്ചകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ പരമ്പരയിലെ ഈ ക്ലാസ്സുകളുടെ തുടക്കത്തിലെ സംസാരിക്കുന്നവൻ എന്ന നിലയ്ക്ക് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി അയാൾ അനുഭവിക്കുന്ന മാനസികമായ സൗഭാഗ്യം വിശദീകരിക്കണമെങ്കിൽ ധാരാളം സമയം ആവശ്യമാണ്. ഒരു സത്യവിശ്വാസിക്ക് ഈ വിശ്വാസം മൂലം ലഭിക്കുന്ന നേട്ടങ്ങളും പ്രയോജനങ്ങളും ഒരിക്കലും വിശദീകരിക്കാനാവാത്തതാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി തീരുന്ന
മാനസികമായ ധൈര്യം, ശക്തി, വിശുദ്ധി എല്ലാം ഈ വിശ്വാസം ഒരു സത്യവിശ്വാസിക്ക് പ്രയോജനം ചെയ്യും. അവന്റെ മരണത്തിലും ഖബറിലും പരലോകത്തിലും എല്ലാം അവന് നിത്യ വെളിച്ചം നൽകുന്ന ഒന്നാണ് യഥാർത്ഥ വിശ്വാസം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന ഏറ്റവും മാരകമായ ചിന്ത ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ് സഹോദരങ്ങളെ? എന്തെങ്കിലും ജീവിതത്തിൽ നാം പാപ്പിറായി, പണമില്ലാത്തവനായി, സ്ഥാനമില്ലാത്തവനായി, ഈ സമൂഹത്തിൽ ഒരവശനായി ജീവിക്കേണ്ടി വരുമെന്നതാണോ? ആ ചിന്തയാണോ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ ചിന്ത? അതല്ലെങ്കിൽ അള്ളാഹു നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട കുടുംബങ്ങളുടെയും മക്കളുടെയും ഉത്തരവാദിത്വം എനിക്ക് ശരിക്ക് നിർവഹിക്കാനാവുകയില്ലേ എന്ന ആശങ്കയാണോ നമ്മുടെ മനസ്സിനെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ചിന്ത? അല്ലെങ്കിൽ ഇന്ന് അനേകായിരം ആളുകളിൽ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മാരക രോഗത്തിന് ഞാൻ എന്തെങ്കിലും അടിമയാകുമോ എന്നതാണോ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ഏറ്റവും ഗൗരവപരമായ ആലോചന? ഒരിക്കലുമല്ല. നമ്മളിൽ വിഷമവും ബുദ്ധിമുട്ടും മനസ്സിൽ അസ്വസ്ഥതയും സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ചിന്ത എന്നിലും നിങ്ങളിലും സംഭവിച്ചു പോയ പാപങ്ങളാണ്. ഈ പാപത്തിന്റെ പരിഹാരം, ഈ പാപങ്ങളിൽ നിന്നുള്ള മോചനം യഥാർത്ഥത്തിൽ നമുക്ക് സാധ്യമാവുക ഒരു യഥാർത്ഥ വിശ്വാസം കൊണ്ടാണ്. ഒരാൾക്ക് മുമ്പിലും അടിയറ വെക്കാത്ത, ഒരു സ്വാധീനത്തിന്റെ മുന്നിലും പതറാത്ത, മരണത്തിനെ പോലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ജീവിതം വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് പടുത്തുയർത്താൻ പറ്റൂ. ഒരു ശരിയായ വിശ്വാസത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മിൽ പലരും വിശ്വാസത്തിൽ തകരാറുകൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവിശ്വാസി എന്ന് വിളിച്ച പോലെ, സത്യവിശ്വാസി എന്ന് വിളിച്ച പോലെ, കപടവിശ്വാസികൾ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ഈ മൂന്നിലൊരു ഗണത്തിലാണ് സർവ്വ മനുഷ്യരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഒരു സത്യവിശ്വാസി, മുഅ്മിൻ യഥാർത്ഥത്തിൽ നിർഭയത്വത്തോടുകൂടെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വേണ്ടി ജീവനും സ്വത്തും സമ്പത്തും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം സമർപ്പിച്ച, തീജ്വാലകളിലേക്ക് സ്വന്തം ജീവൻ എടുത്തെറിയണമെന്ന് നിർബന്ധിക്കപ്പെട്ടാൽ പോലും അതിനു സന്നദ്ധമാകുന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമസ്ഥൻ, പരലോകത്തിലും പടച്ചവനിലും സംശയമില്ലാതെ വിശ്വസിക്കുന്ന സത്യവിശ്വാസി. രണ്ടാമത്തെ ഒന്ന് അവിശ്വാസിയാണ്. സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം. കണ്ണിനും കാഴ്ചക്കും കേൾവിക്കും എല്ലാം ഭദ്രതയും അന്ധതയും ബാധിച്ച, എന്തു പറഞ്ഞാലും ഒരു പ്രയോജനമില്ലാത്ത, ഒരു ഉപദേശങ്ങൾക്കും ചെവി കൊടുക്കാത്ത, ഉപദേശത്തിന്റെ ഒരു മഴയും മനസ്സിൽ ഒരു ചെറിയ പരിവർത്തനമോ ഒരു കുളിരോ ഒരു പുതിയ ഉൽപാദനമോ സൃഷ്ടിക്കാത്ത, മരവിച്ചുപോയ, നശിച്ചുപോയ, ഉണങ്ങിപ്പോയ ഹൃദയത്തിന്റെ ഉടമസ്ഥരായ അവിശ്വാസികൾ. അതുമല്ലെങ്കിൽ മൂന്നാമത്തെ വിഭാഗം കപടവിശ്വാസികൾ. നമസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, സദക്ക കൊടുക്കുന്ന, വിശ്വാസത്തിന്റെ ഭാഗികമായ വശങ്ങൾ സ്വീകരിക്കുകയും എന്നാൽ അതോടൊപ്പം നുണ പറയുകയും വഞ്ചന നടത്തുകയും മറ്റുള്ളവരെ ചതിക്കുകയും ഉപദ്രവിക്കുകയും സത്യവിശ്വാസികളോട് വെറുപ്പ് വെച്ച് പുലർത്തുകയും ഇസ്ലാമിൽ തങ്ങൾക്ക് അനുഷ്ഠിക്കാൻ വിഷമമുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇടിയും മഴയും ഇരുട്ടുമുള്ള ഒരു രാത്രി പോലെ ഭയാനകമായ മനസ്സിന്റെ ഉടമസ്ഥരായ കപടവിശ്വാസികൾ. സഹോദരങ്ങളെ, ഈ മനസ്സ് ഇരുട്ടി ബുദ്ധിമുട്ടി വിഷമിച്ച് ജീവിക്കുന്ന കപടവിശ്വാസികളിലാണോ, മനസ്സിൽ പ്രകാശത്തിനുമേൽ പ്രകാശം ചൊരിയുന്ന സത്യവിശ്വാസികളിലാണോ, എന്തു പറഞ്ഞാലും ഫലപ്പെടാത്ത അവിശ്വാസികളിലാണോ നമ്മുടെ ഹൃദയം അകപ്പെട്ടിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. മുഖത്ത്